സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിത്ർ നിസ്കാരവും ളുഹാ നിസ്കാരവും തഹജ്ജുദ് നിസ്കാരവും ഉളഹിയത്ത് ബലികർമ്മവും ഒക്കെ നിർബന്ധമായിരുന്നു. തഹജ്ജദ എന്ന വാക്കിൻ്റെ അർത്ഥം ഉറക്കമൊഴിഞ്ഞു എന്നാണ്. അപ്പോൾ ഉറക്കമൊഴിഞ്ഞ് നിസ്കരിക്കുന്ന നിസ്കാരമെന്നതിൻ്റെ പേരിൽ ഈ നിസ്കാരത്തിന് തഹജ്ജുദ് നിസ്കാരം എന്ന പേര് വന്നു. ഈ നിസ്കാരത്തിൻ്റെ പേര് ഖുർആനിൽ പരാമർശമുണ്ട്. വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലത്തൻ ലക് എന്ന ആയത്തുണ്ട്. ഈ പരാമർശത്തിൻ്റെ ആശയം തഹജ്ജുദ് നിസ്കാരത്തെ സംബന്ധിച്ചാണെന്ന് ഇമാമിയങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഈ ആയത്തിൽ നാഫിലത്തൻ ലക എന്ന് പറഞ്ഞത് സുന്നത്ത് എന്ന അർത്ഥത്തിനല്ല, മറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രത്യേകമായിട്ട് എന്ന അർത്ഥമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നബിതങ്ങൾക്ക് നിർബന്ധമായിട്ട് എന്ന ആശയം വരുന്നു. ഈ ആശയവും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ വിശദീകരണത്തിൽ നിന്നാണ് നാം മനസ്സിലാക്കുന്നത്. എല്ലാ നിസ്കാരത്തിൻ്റെയും പേര് ഖുർആനിൽ വന്നിട്ടില്ല എന്നതും നാം മനസ്സിലാക്കേണ്ടതാണ്. സുബഹ് നിസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിർബന്ധമായിരുന്നു. അതുപോലെ സൂര്യൻ മധ്യാഹ്നത്തിലെത്തുമ്പോഴുള്ള ഒരു 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം നബി തങ്ങൾക്ക് നിർബന്ധമാണ്. അത് നമുക്ക് സുന്നത്തുമാണ്. ളുഹർ നിസ്കാരത്തിന് മുമ്പുള്ള 4 റക്അത്തിനോട് ചേർത്ത് കരുതി നിസ്കരിച്ചാലും മതിയാകുന്നതാണ്.